എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നിരവധി വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാനുണ്ട്. ആദ്യം തന്നെ ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ്, ഒരു അപകട വാർത്തയിലേക്കാണ് പോകുന്നത്. പത്തനംതിട്ട കൂടലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 4 പേർ മരിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങുകയായിരുന്ന മല്ലശ്ശേരി സ്വദേശികളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. 4 പേരും ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. വിവരങ്ങളുമായി ഡി ബിനോയ് ചെയ്യുന്നുണ്ട്. ബിനോയ്, ദിനംപ്രതി അപകട മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? ആരൊക്കെയാണ് മരിച്ചത്? ഇന്ന് വെളുപ്പിന് 4:30 മണിയോടുകൂടിയാണ് കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി പ്രദേശമായ കൂടലിന് സമീപം മുറിഞ്ഞകല്ലിൽ വെച്ച് ദാരുണമായ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും വിദേശത്തായിരുന്ന അനു, ഒപ്പം അനുവിന്റെ ഭർത്താവ് നിഖിൽ മാത്യു എന്നിവർ. ഇവർ രണ്ടുപേരും വിവാഹത്തിന് ശേഷം മധുവിധു ആഘോഷങ്ങൾക്കായി മലേഷ്യയിൽ പോയിരുന്നതാണ്. ഇവരെയും കൂട്ടി മല്ലിശ്ശേരിയിലുള്ള വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് അപകടത്തിൽപ്പെടുന്നത്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിപ്പോയ തീർത്ഥാടകന്റെ, തെലങ്കാന സ്വദേശികളായ തീർത്ഥാടകന്റെ വാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. 3 പേർ, അതായത് അനുവും അനുവിന്റെ ഒപ്പമുണ്ടായിരുന്ന ബിജു മാത്യു, ഒപ്പം മത്തായിപ്പൻ, ഈ 3 പേരും 4 പേരെയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. ഒപ്പം ഈ അനുവിന് ആശുപത്രിയിൽ, പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് മരണം സംഭവിച്ചത്. മറ്റു 3 പേരും സംഭവ സ്ഥലത്ത് തന്നെ വെച്ചു മരണമടഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏകദേശം 4:30 മണിയോടുകൂടിയായിരുന്നു അപകടം. ഈ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന 3 പേരെ, അതായത് നിഖിൽ മാത്യു, ബിജു മാത്യു, ഒപ്പം മത്തായിപ്പൻ, ഈ 3 പേരെയും സമീപവാസികളും പ്രഭാത സഫാരിക്ക് പോയ ആളുകളും ചേർന്നൊക്കെ കാറ് വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. അനുവിനെ പുറത്തേക്ക് എടുത്തപ്പോഴേക്കും അല്പം ജീവന്റെ തുടിപ്പുണ്ടായിരുന്നു. ഇവരെ പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ, അതായത് നിഖിൽ മാത്യു, ബിജു, ഒപ്പം മത്തായിപ്പൻ, ഇവരുടെ എല്ലാം മൃതദേഹങ്ങൾ ഇപ്പോൾ കോന്നി താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. അനുവിനെ പ്രവേശിച്ച സ്വകാര്യ ആശുപത്രിയിലാണ് അനുവിന്റെ മൃതദേഹമുള്ളത്. ഈ 4 പേരും ഏകദേശം രാത്രി 12 മണിയോടുകൂടിയാണ് ഈ 2 പേരും മലേഷ്യയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. അവിടെ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക്, അതായത് ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 7 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ ഈ കുടുംബാംഗങ്ങളുടെ വീട്ടിൽ എത്താമായിരുന്നു. മല്ലിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തെ സ്വദേശികളാണ് മരിച്ച 4 പേരും. ഈ ഒരു കുടുംബത്തിലുള്ള 4 പേരും ഇപ്പോൾ നേരത്തെ തന്നെ അവിടെ പത്തനംതിട്ട SP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ആദ്യഘട്ട പരിശോധന നടത്തിയിട്ടുണ്ട്. വാഹനം ഓടിച്ചിരുന്ന ആളുകൾ ഉറങ്ങിയതാണോ, എന്താണ് സംഭവം എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായ ഒരു അപകട വാർത്ത കേട്ടുകൊണ്ടാണ് പത്തനംതിട്ട ജില്ല ഉണർന്നതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം സാധാരണഗതിയിൽ ഈ മുറിഞ്ഞകല്ല് പ്രദേശത്ത് അങ്ങനെ വലിയ രീതിയിൽ അപകടം നടക്കുന്ന ഒരു സ്ഥലമല്ല. പ്രത്യേകിച്ചും ഈ തിരുവനന്തപുരത്തേക്ക് വരുന്ന പുനലൂർ മൂവാറ്റുപുഴ പാതയാണ്. സമീപകാലത്ത് നവീകരണങ്ങൾ പൂർത്തിയാക്കിയ പാത കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇരു വാഹനങ്ങളും വേഗത്തിലാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കാരണം അത്രയധികം വൃത്തിയായി കിടക്കുന്ന അറ്റകുറ്റപ്പണികളും നടക്കാത്ത ഒരു റോഡാണ്. അതുകൊണ്ട് ഒരുപക്ഷെ വേഗതയാകുമോ ഇത്തരം അപകടത്തിലേക്ക് വഴിവെച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സമീപ പ്രദേശങ്ങളിലുള്ള CCTV ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പരിശോധിക്കാനൊക്കെ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം ഫയർഫോഴ്സും പോലീസും എത്തിയാണ് വാഹനങ്ങൾ അവിടെ നിന്നും മാറ്റിയിരിക്കുന്നത്. നിലവിൽ ഇവരുടെ എല്ലാം മൃതദേഹങ്ങൾ വിവിധ ആശുപത്രികളിലാണ്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. 1 മാസം മുമ്പാണ് അനുവും ഈ നിഖിലും വിവാഹിതരായത് എന്നുള്ള വിവരവും വരുന്നുണ്ട്. ഇതുമായുള്ള കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ലഭ്യമാകും. ആതിര. ബിനോയ്, ഈ ബസ്സിൽ എത്ര പേരുണ്ടായിരുന്നു? ഈ ബസ്സിലുള്ളവർക്ക് ആർക്കെങ്കിലും പരിക്കുകളോ മറ്റോ ഏറ്റിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ബസ്സിലുണ്ടായിരുന്നത് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ തെലങ്കാന സ്വദേശികൾ എന്നുള്ള വിവരമാണുള്ളത്. ഇതിൽ ഇടിയുടെ ആഘാതത്തിൽ ഏകദേശം 7ഓളം പേർക്ക് ചെറിയ പരിക്കുകൾ, അത് ചുണ്ടിനും തലയ്ക്കുമൊക്കെയാണ് പരിക്കേറ്റിട്ടുള്ളത്. അവരെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും താലൂക്ക് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. ആർക്കും ഗൗരവമുള്ള പരിക്കുകളില്ല. ഡ്രൈവർക്ക് മാത്രമാണ് ചെറിയ തോതിൽ പരിക്കേറ്റുള്ള വിവരവും വരുന്നുണ്ട്. ഇവരുടെ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. കാരണം ഇവരെ അപ്പോൾ തന്നെ സംഭവ സ്ഥലത്ത് നിന്നും പരിക്കേറ്റവരുമായി വാഹനത്തിലുണ്ടായിരുന്നവർ വിവിധ ആശുപത്രികളിലേക്ക് പോയിരുന്നു. അപകടം നടന്ന സമയത്ത് തന്നെ സമീപവാസികൾ എത്തിയാണ് ആംബുലൻസ് വിളിച്ചു വരുത്തിയാണ് ഈ കാറിലുണ്ടായിരുന്നവരെ വിവിധ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. എന്തായാലും
ഈ സ്ഥലത്ത് സാധാരണഗതിയിൽ അങ്ങനെ വലിയ ദാരുണമായ അപകടങ്ങളോ അല്ലെങ്കിൽ റോഡിന്റെ നിർമ്മാണ പിഴവോ ഒന്നുള്ള സ്ഥലമൊന്നുമല്ല. എന്താണ് ഇത്തരത്തിലൊരു വലിയൊരു അപകടത്തിന് വഴിവെച്ചതെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ ലഭ്യമാകും. കാരണം പോലീസിന്റെ SP ഉൾപ്പെടെയുള്ളവർ അവിടെ സ്ഥലത്തെത്തി, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ മല്ലിശ്ശേരി ദാരുണമായ അന്ത്യം എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട കാരണം ഈ 3 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും ഇടിയുടെ ആഘാതം എത്രമാത്രം വലുതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ബസുമായി കൂട്ടിയിടിച്ച കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. മാത്രവുമല്ല, രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയവർ വാഹനത്തിന്റെ ഡോറുകൾ വെട്ടിപ്പൊളിച്ചൊക്കെയാണ് പുറത്തേക്കെടുത്തതിൽ അനുവിന് മാത്രമാണ് അല്പം ജീവന്റെ തുടിപ്പുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. മറ്റുള്ളവർക്ക് പുറത്തെടുത്തപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. 2 പേരുടെയും, അതായത് അനുവിന്റെയും നിഖിൽ മാത്യുവിന്റെയും അച്ഛന്മാരാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇവരെ എയർപോർട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നത് ഇവർ 2 പേരും ചേർന്നായിരുന്നു. ഈ 2 പേർ, അനുവിന്റെയും നിഖിലിന്റെയും അച്ഛൻ, 2 പേരുടെയും പിതാക്കന്മാര് പ്രവാസികളായിരുന്നു, പ്രവാസി ജീവിതം നടത്തിയവരായിരുന്നു. ഈ സമീപകാലത്തായിരുന്നു ഇവരുടെ വിവാഹവും. ഒപ്പം മറ്റൊരു വിവരം നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് ഇവരുടെ ഈ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന 12 മണിക്ക് ശേഷം തന്നെ, വലിയ താമസമില്ലാതെ 12 മണിയോടെ തന്നെ അവരോടൊത്ത് പുറപ്പെട്ടിരുന്നു. ഇതിൽ കാര്യമായ കാറിന് വേഗതയൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ പോലും ഒരുപക്ഷെ ഈ വണ്ടി ഓടിച്ചിരുന്ന ആരെങ്കിലും ഉറങ്ങിയതാണോ എന്നുള്ളൊരു സംശയം കൂടി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ വാഹനങ്ങളെല്ലാം അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞിരിക്കുന്നു. അഗ്നിശമന സേന എത്തിയാണ് വാഹനങ്ങൾ മാറ്റിയത്. ഇത്രയും വിവരങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ ലഭ്യമാകുന്നത്. ആതിര, ഈ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എങ്ങനെയായിരിക്കും? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ബിനോയ്? പോലീസ് ഇതുവരെയായും ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല. ഇവരുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ വലിയൊരു അപകടമായതുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ഉണ്ട്. ഇവരുടെ ബന്ധുക്കളും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങളിലേക്ക് അല്പസമയത്തിനുള്ളിൽ നീങ്ങും എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഉടൻ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. മാത്രവുമല്ല, ഈ തെലങ്കാന സ്വദേശികളിൽ പരിക്കേറ്റവരുടെ വിവരങ്ങളും ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. ഇവരെ ഏതൊക്കെ ആശുപത്രികളിലാണെന്നുള്ള വിവരവും കൃത്യമല്ല. കാരണം അപ്പോൾ കിട്ടിയ വാഹനങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് ഇവരെ എത്തിക്കുകയായിരുന്നു. ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ, ബസ്സിലുള്ളവരുടെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന വിവരം കൂടി വരുന്നുണ്ട്. എന്തായാലും കാറിലുണ്ടായിരുന്ന 4 പേർക്കും ജീവൻ നഷ്ടമായി എന്നുള്ള ഒരു ദുരന്ത വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആതിര. ശരി ബിനോയ്, വളരെ ദാരുണമായ സംഭവം. പത്തനംതിട്ട കൂടലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 4 പേർ മരിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങുകയായിരുന്ന മല്ലശ്ശേരി സ്വദേശികളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. 4 പേരും ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. അപകട കാരണം എന്താണെന്ന് വ്യക്തമാകുന്നില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡി ബിനോയ്.